ഡിസ്ക് പ്രൊലാപ്സ് കാരണം നടുവിൽ നിന്ന് കാലിലേക്കുള്ള വേദനയുള്ള എല്ലാവരും ഓപ്പറേഷൻ ഇല്ലാതെ എന്ത് ചികിത്സയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പല രീതിയിലുള്ള ചികിത്സകൾ അവൈലബിൾ ആയിരിക്കും. നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും, ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റും, ഇഞ്ചക്ഷൻസ് എടുക്കാൻ പറ്റും, മെഡിസിൻ കഴിക്കാൻ പറ്റും. പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ഈ ഡിസ്ക് പ്രൊലാപ്സിന് അല്ലെങ്കിൽ സയാറ്റിക്ക പോലെയുള്ള പെയിനുകൾക്ക് എടുക്കാറുണ്ട്. ശരിക്കും സയാറ്റിക്ക ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ഡിസ്ക് പുറകിലോട്ട് തള്ളി നെർവ് കംപ്രഷൻ ആകുമ്പോൾ നെർവിൻ്റെ ഭാഗത്തേക്ക് വേദന വരുമ്പോഴാണ് കാലിലേക്ക് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിൽ എല്ലാവരും തുടക്കത്തിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ചികിത്സയെല്ലാം എടുക്കും. പക്ഷേ എന്നാലും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതിൽ തള്ളിയ ഡിസ്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്കാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ്. ഓപ്പറേഷൻ അല്ലാതെ, ഓപ്പറേഷൻ നമുക്കറിയാം, ഓപ്പറേഷൻ ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ അതല്ലാതെ ഈ തള്ളിയ ഡിസ്ക് ഉള്ളിലേക്ക് വലിയാൻ വേണ്ടി ഓപ്പറേഷൻ കൂടാതെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഈ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളിൽ നമ്മൾ ഫിസിയോതെറാപ്പി ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ഇഞ്ചക്ഷൻ, എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ തള്ളിയ ഡിസ്ക് ഉള്ളിലേക്ക് വലിയോ എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, അതായത് തള്ളിയ ഡിസ്ക്, പുറകോട്ട് തള്ളിയ ഡിസ്ക് അത് തിരിച്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ലേസർ ഡിസ്ക് ഡീകംപ്രഷൻ. എന്താണ് ഈ ലേസർ ഡിസ്ക് ഡീകംപ്രഷൻ? ഇതിൽ നമുക്ക് ആ ഡിസ്ക്, തള്ളിയ ഡിസ്ക് ഏതാണെന്ന് നമുക്കിപ്പോൾ എം ആർ ഐ എടുക്കുമ്പോഴാണല്ലോ ഡിസ്ക് തള്ളിയത് കൺഫേം ആകുന്നത്. അപ്പോൾ ഏത് ഡിസ്ക്, ഏത് സൈഡിലേക്കുള്ള നെർവിനാണ് കംപ്രഷൻ ഉള്ളതെങ്കിൽ ആ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് ഒരു നീഡിൽ പ്ലേസ് ചെയ്യും. എക്സ്റേയുടെ സഹായത്തോട് കൂടി നമ്മളൊരു നീഡിൽ ആ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യും. ആ നീഡിലിൻ്റെ ഉള്ളിലൂടെ ഒരു കേബിൾ, അതായത് ലേസർ കേബിൾ ഉള്ളിലേക്ക് കടത്തും. എന്നിട്ട് ലേസർ എനർജി ഡിസ്കിൻ്റെ ഉള്ളിൽ കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഡിസ്കിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗം അത് എവാപറേറ്റ് ചെയ്ത് പോകും, ഗ്യാസായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയും. അപ്പോൾ ഈ പുറകോട്ട് തള്ളിയിരിക്കുന്ന ഡിസ്ക് ഉള്ളിലേക്ക് വരും, അതായത് പുറകോട്ട് തള്ളിയിരിക്കുന്ന ഡിസ്ക് പഴയ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ഇതാണ് ലേസർ ഡിസ്ക് ഡീകംപ്രഷൻ. അതായത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നീഡിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യുന്ന ചെറിയൊരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ ഡിസ്ക് ഡീകംപ്രഷൻ. അപ്പോൾ നമ്മൾ ചോദ്യം ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ചെയ്തുകൂടെ എങ്ങനെയാണെങ്കിലും? അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഒരു സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒരു നീഡിൽ ത്രൂ പ്രൊസീജിയറാണ്, ഡേ കെയർ പ്രൊസീജിയറാണ്. ഒരു ദിവസം വന്നാൽ ചെയ്ത് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയറാണ്. പിന്നെ ചിലവ് വളരെ കുറവാണ്. സർജറി മറ്റുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലവ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? എന്തുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ചെയ്യാത്തത്? അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഡിസ്ക് ഡീകംപ്രഷൻ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോരെ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കണ്ടെയ്ൻഡ് ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയും. അതായത് ഡിസ്ക് തള്ളിയിട്ടുണ്ട്, എന്നാൽ ഡിസ്ക് പൊട്ടിയിട്ടില്ല. അതായത് ഡിസ്കിൻ്റെ ചുറ്റും, നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആനുലസും ന്യൂക്ലിയസും ഉള്ള 2 ഭാഗങ്ങളുണ്ടാവും. അതായത് ഡിസ്കിൻ്റെ പുറത്തൊരു റിങ് പോലത്തെ ഒരു സാധനം, ഉള്ളിൽ ജെല്ല് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ പുറത്തുള്ള റിങ് ഇൻടാക്റ്റ് ആയിട്ടുള്ള കേസിനാണ് കണ്ടെയ്ൻഡ് ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിങ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, തേയ്മാനം കാരണമോ അല്ലെങ്കിൽ അത് പൊട്ടിയിട്ടാണ് ഡിസ്ക് പുറകോട്ട് തള്ളി ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി, അപ്പോൾ എക്സ്ട്രൂഡഡ് ഡിസ്ക് എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള കേസാണെങ്കിൽ നമ്മൾ ഇതിലൊന്നും നമുക്ക് ലേസർ ഡിസ്ക് ഡീകംപ്രഷൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്താണ്, ഡിസ്കിൻ്റെ ഉള്ളിൽ നീഡിൽ പ്ലേസ് ചെയ്തിട്ട് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ ഡിസ്ക് ഉള്ളിലേക്ക് വലിയണം. അപ്പോൾ ഡിസ്കിനുള്ളിലേക്ക് പ്രഷർ കുറയണമെങ്കിൽ നമ്മൾ ആ റിങ് കംപ്ലീറ്റ് ആയിട്ട് ഇൻടാക്റ്റ് ആയിരിക്കണം. അപ്പോഴാണ് ഡിസ്കിനുള്ളിലെ പ്രഷർ കുറയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇൻടാക്റ്റ് ആയിട്ടുള്ള, ആനുലസ് ഇൻടാക്റ്റ് ആയിട്ടുള്ള കണ്ടെയ്ൻഡ് ഡിസ്ക് ഹെർണിയേഷനുള്ള ആളുകൾക്കാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഫലപ്രദം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, അതായത് സർജറി ഇല്ലാതെ തന്നെ അത് ചുരുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഇതാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ അപേക്ഷിച്ച്, അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ, റൂട്ട് ബ്ലോക്ക്, PRP, അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിനൊക്കെ അപേക്ഷിച്ച് ഇതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡിസ്ക് ചുരുങ്ങുന്നുള്ളത്. അതായത് ഡിസ്ക് പുറകോട്ട് തള്ളിയത് ഉള്ളിലേക്ക് തിരിച്ചു വരുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അത് ചെയ്യാൻ പറ്റുമില്ല എന്നുള്ള ഡോക്ടർ രോഗിയെ കണ്ട് അസസ് ചെയ്ത് തീരുമാനിക്കുകയേ പറ്റുള്ളൂ. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഡിസ്ക് ഹെർണിയേഷനുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ലേസർ എനർജി ഉപയോഗിച്ച് ചെയ്യുന്നതായതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും കുറവാണ്. അതുപോലെ തന്നെ വേറെ ഡാമേജും കാര്യങ്ങളോ, നെർവ് ഡാമേജോ മറ്റുള്ള ഇഷ്യൂസൊന്നും ഉണ്ടാകുന്നില്ല. ഡിസ്ക് ഉള്ളിലേക്ക് പഴയ പൊസിഷനിലേക്ക് വരികയും ചെയ്യും. അത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു ഓപ്ഷൻ പോസിബിൾ ആണോ എന്നുള്ളത് നോക്കാവുന്നതാണ്. അതായത് നമ്മളെ നമുക്കുണ്ടാകുന്ന ഡിസ്ക് പ്രൊലാപ്സിന് ഇത് പോസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാനാവുള്ളൂ. അപ്പോൾ
ഇത്തരത്തിൽ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത് പറ്റാത്ത ആളുകൾക്ക് മറ്റുള്ള ഓപ്ഷൻസിലേക്ക് നമ്മൾ പോകേണ്ടി വരും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ പോസിബിൾ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് ശരിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങളെ നടുവേദനയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളെ സയാറ്റിക്ക പെയിനിന് ഇത്തരത്തിൽ ഈ ലേസർ ഡീകംപ്രഷൻ പോസിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും. ഒന്ന് ഡോക്ടറെ നേരിട്ടൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.